CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കുടുംബശ്രീ ദേശീയ സരസ് മേളയുടെ ഉദ്ഘാടനത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തി. ഹെലികോപ്റ്റർ മാർഗമാണ് അദ്ദേഹം പെരിങ്ങോട് ഹൈസ്കൂളിൽ സജ്ജമാക്കിയ ഹെലിപ്പാഡിൽ ഇറങ്ങിയത്. ചാലിശ്ശേരിയിൽ നടക്കുന്ന കുടുംബശ്രീ ദേശീയ സരസ് മേളയോടനുബന്ധിച്ച് പ്രധാന പവലിയനിൽ മീഡിയ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് മീഡിയ സെന്റർ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ദേശീയ സരസ് മേളയുടെ ഭാഗമായി സരസ് മെഡിക്കൽ ടീമിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. മന്നലാംകുന്ന് ബീച്ചിൽ ഉണങ്ങിയ പുല്ലിന് തീപിടിച്ചത് നാട്ടുകാരിൽ പരിഭ്രാന്തി പടർത്തി. കുന്നംകുളം പാറയിൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയുടെ വാർഷിക പെരുന്നാളും പരിശുദ്ധ ഗീവർഗീസ് ദിദിയൻ ബാവയുടെ ഓർമ്മ പെരുന്നാളും വെള്ളി ശനി ദിവസങ്ങളിൽ ആഘോഷിക്കും. ബൈക്കുകൾ കൂട്ടിയിടിച്ച് കൂറ്റനാട് സ്വദേശിയായ യുവാവിന് ദാരുണാന്ത്യം. നോട്ടത്തുവളപ്പിൽ 34 വയസ്സുള്ള പ്രതീഷ് പരമേശ്വരനാണ് മരിച്ചത്. കൂറ്റനാട് വലിയ പള്ളിക്ക് സമീപം വ്യാഴാഴ്ച രാത്രി 10:15 അപകടം. അഞ്ഞൂർ റോഡ് പെട്രോൾ പമ്പിന് സമീപം കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം. കുന്നംകുളം ഭാഗത്തു നിന്ന് വന്നിരുന്ന കാറും എരമംഗലം ഭാഗത്തു നിന്ന് വന്നിരുന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. ഗുരുവായൂർ പാർത്ഥസാരഥി ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. 4 ദിവസമായി നടക്കുന്ന ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ കുന്നംകുളം സെന്റർ കൺവെൻഷന് തുടക്കമായി. കാലിക്കറ്റ് സർവകലാശാല ഇന്റർ കൊളേജിയറ്റ് അത്ലറ്റിക് മീറ്റിൽ ജാവലിൻ ത്രോയിൽ സ്വർണം നേടി ഇടുക്കിയിൽ നിന്നുള്ള മിടുക്കി. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ CB അനീറ്റയാണ് വനിതകളുടെ ജാവലിൻ ത്രോയിൽ 33.50 മീറ്റർ മികച്ച ദൂരം രേഖപ്പെടുത്തിക്കൊണ്ട് സ്വർണം നേടിയത്. ട്രാക്കിനെ ആവേശച്ചൂട് പിടിപ്പിച്ച് 4x100 മീറ്റർ റിലേ മത്സരങ്ങൾ. വനിതകളുടെ വിഭാഗത്തിൽ മേഴ്സി കോളേജ് പാലക്കാടിലെ R രവീണ, M ഐശ്വര്യ, കീർത്തി സുരേഷ്, S മേഘ എന്നിവരടങ്ങിയ ടീം സ്വർണം നേടി. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉപദേവതയായ ഇടത്തിരികത്തുകാവ് ഭഗവതിക്ക് താലപ്പൊലി സംഘത്തിന്റെ വകയായുള്ള പിള്ളേര് താലപ്പൊലി തിങ്കളാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ പുതുവത്സര ദിനത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. മന്ദലാംകുന്ന് കടപ്പുറത്ത് ഈ സീസണിലെ ആദ്യ കടലാമ എത്തി മുട്ടയിട്ടു. വ്യാഴാഴ്ച രാത്രിയിലാണ് കടലാമ തീരത്തെത്തി മുട്ടയിട്ട് തിരിച്ച് കടലിലേക്ക് ഇറങ്ങിപ്പോയത്. 120ഓളം മുട്ടകളുണ്ട്. സിറിയക് ഏലിയാസ് അസോസിയേഷൻ ഫോർ ഡെവലപ്മെന്റ് സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ജനുവരി 4 നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എരുമപ്പെട്ടി കരിയന്നൂർ സെന്ററിൽ ശുദ്ധജല വിതരണ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. ഒരാഴ്ചയിലധികമായി വൻതോതിലുള്ള കുടിവെള്ളമാണ് ഇവിടെ ഒഴുകിപ്പോകുന്നത്. അക്കിക്കാവ് മാർ ഒസ്താത്തിയോസ് കോളേജിൽ നടന്നുവന്ന കുന്നംകുളം മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ VHSC NSS യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് സജ്ജം സമാപിച്ചു. ഐക്യ ആർട്ട് ഫോമിന്റെ നേതൃത്വത്തിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പുതുശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന ഐക്യ ആർട്ട് ഫോം നിരന്തരമായി നടത്തിവരുന്ന വിവിധ കലാരൂപങ്ങളിലുള്ള വർക്ക്ഷോപ്പുകളുടെ ഭാഗമായാണ് ജനുവരി 3 മുതൽ 12 വരെയുള്ള ദിവസങ്ങളിൽ ദശദിന ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിലെ 5000ഓളം രക്ഷിതാക്കളുടെ നേതൃത്വത്തിൽ അൻസാർ കാർണിവൽ 2026 എന്ന പേരിൽ ശനിയാഴ്ച സംഘടിപ്പിക്കുന്ന മെഗാ കാർണിവലിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. നെല്ലുവായി ഏകാദശി മഹോത്സവത്തോടനുബന്ധിച്ച് കടലാസ്, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിറഞ്ഞ ക്ഷേത്ര പരിസരം എരുമപ്പെട്ടി പഞ്ചായത്ത് ഹരിതകർമ്മ സേനാംഗങ്ങൾ ശുചീകരിച്ചു. പുതുവത്സരത്തോടനുബന്ധിച്ച് കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് യൂത്ത് വിംഗിന്റെ നേതൃത്വത്തിൽ ആഘോഷ പരിപാടികളും അവാർഡ് ദാനവും സംഘടിപ്പിച്ചു. പുതുവർഷ ദിനത്തിൽ പകൽ വീട്ടിലെ അമ്മമാർക്കൊപ്പം മധുരം പങ്കുവച്ച് എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും നല്ലൊരു വർഷം ആശംസിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് KU സരിത പകൽ വീട്ടിലെ അമ്മമാർക്കൊപ്പം കേക്ക് മുറിച്ച് മധുരം പങ്കിട്ട് പുതുവത്സര ദിനം ആഘോഷിച്ചു. 149ാമത് മന്നൻ ജയന്തി ആഘോഷങ്ങൾ നടന്നു. കരയോഗങ്ങളുടെയും അനുബന്ധ സംഘടനകളുടെയും നേതൃത്വത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. ഗുരുവായൂരിലെ മുതിർന്ന പൗരന്മാരുടെ കൂട്ടായ്മയായ സ്നേഹസ്പർശത്തിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. ക്രിസ്മസ് ദനഹ പെരുന്നാളിനോടനുബന്ധിച്ച് ആർത്താറ്റ് കുന്നംകുളം മാർത്തോമ യുവജന സഖ്യത്തിന്റെ നേതൃത്വത്തിൽ തെക്കേങ്ങാടി സെന്റ് തോമസ് മാർത്തോമ ദേവാലയാങ്കണത്തിൽ ടിങ്കിൾ ഫീസ്റ്റ് സംഘടിപ്പിക്കുന്നു. ജനുവരി 5, 6 തീയതികളിലാണ് ഫീസ്റ്റ് ഒരുക്കുന്നത്. സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ കുന്നംകുളം ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ പുതുവത്സര ദിനം ആഘോഷിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.